ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എക്സാംസ് കോർണർ. സൈക്കോളജി വിഷയവുമായി ബന്ധപ്പെട്ട ഇന്ന് പ്രതിരോധ തന്ത്രങ്ങൾ, ഡിഫൻസ് മെക്കാനിസത്തെക്കുറിച്ചാണ് പരിചയപ്പെടുന്നത്. ഈ മാനസിക പ്രതിരോധ തന്ത്രങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഫ്രോയിഡാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ പ്രതിരോധ തന്ത്രങ്ങളെന്ന് നമുക്ക് പരിചയപ്പെടാം. കാരണം ഇത് ഒരു മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കഴിഞ്ഞ UPSC എക്സാമിന് 2020 നടന്ന UPSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒന്നാണ് ഉദാത്തീകരണം. അതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ LPSC UPSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 2017 അതൊക്കെ മുമ്പുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് ഒരു മാർക്ക് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. എളുപ്പമാണ് പഠിക്കാൻ. അപ്പോൾ ഒരു മാർക്ക് നമുക്ക് നേടാം. അപ്പോൾ അതിനു മുമ്പേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇത് എന്താണ് പ്രതിരോധ തന്ത്രങ്ങളെന്ന് നോക്കാം. ഏതൊക്കെയാണ് അവ, അതിൻ്റെ വിശദീകരണവും ഒന്ന് നോക്കാം. എന്താണ് ആദ്യത്തെ? നിഷേധം, ഡീനിയൽ. നിഷേധം അസുഖകരമായ ചോദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും സരളമായ ഉപായം അല്ലെങ്കിൽ കള്ളം പറയലാണ് നിഷേധം. ഒരു ഉദാഹരണം നോക്കൂ. നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ആരെങ്കിലും വിളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല. ശേഷം അവർ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? കേട്ടിട്ടില്ല എന്ന് പറയാറുണ്ട്. അതൊരു നിഷേധത്തിനൊരു ഉദാഹരണമാണ്. അതായത് അസുഖകരമായ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും സരളമായ ഉപായം. അടുത്തത് എന്താണ്? ദമനം, റിപ്രഷൻ. അസുഖകരമായ ഓർമ്മയിൽ നിന്നും എടുത്തു മാറ്റുന്ന പ്രക്രിയയാണത് ദമനം. ഇതിന് ബോധപൂർവമായ മറവി എന്നുകൂടി പറയാറുണ്ട്. ഇത് മറവിയല്ല, ശരിക്കും ഇത് മറവിയിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ബോധപൂർവമായ മറവി എന്നുകൂടി പറയാറുണ്ട്. ഇതാണ് ഫ്രോയിഡ് പറഞ്ഞ തൻ്റെ അനുഭവങ്ങളെ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്നത്. ഇത് പിന്നീട് നമ്മുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു, നിയന്ത്രിക്കുന്നുണ്ട് എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. അപ്പം എന്താണ് ദമനം? അസുഖകരമായ അനുഭവങ്ങളെ ഓർമ്മയിൽ നിന്നും എടുത്തു മാറ്റുന്ന പ്രക്രിയ. അടുത്തത് എന്താണ്? പ്രക്ഷേപണം, പ്രൊജക്ഷൻ. എന്താണ്? ഉത്കണ്ഠയ്ക്ക് അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കത്തിന് കാരണമായ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതിനുള്ള കാരണം മറ്റൊരാളിൽ ആരോപിക്കുന്നതാണ് പ്രക്ഷേപണം. ഏറ്റവും എല്ലാവരും ചെയ്തിട്ടുള്ള ഒരു ഉദാഹരണം തന്നെ പറഞ്ഞു തരാം. അതായത് പരീക്ഷയിൽ നമ്മൾ പരാജയപ്പെട്ടു. അപ്പം ഇതിൻ്റെ പരീക്ഷയിൽ തോറ്റാൽ നമ്മൾ എന്താണ് വീട്ടിൽ പറയാറുള്ളത്? അധ്യാപകൻ പഠിപ്പിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതാണ് മറ്റൊരാളുടെ മേലിലാണ് നമ്മൾ നമ്മുടെ കുറ്റം ആരോപിക്കുന്നത്. ഇതാണ് പ്രക്ഷേപണം, പ്രൊജക്ഷൻ. ഉത്കണ്ഠയ്ക്ക് അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കത്തിന് കാരണമായ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതിനുള്ള കാരണം മറ്റൊരാളിൽ ആരോപിക്കുന്നത്. അടുത്തത് എന്താണ്? പ്രതിപ്രവൃത്തി രൂപീകരണം, റിയാക്ഷൻ ഫോർമുലേഷൻ. യഥാർത്ഥത്തിൽ താൻ നേരിടുന്ന മാനസിക സമ്മർദ്ദത്തെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി നേരെ വിപരീതമായി പ്രവർത്തിക്കുന്നതാണ് പ്രതിപ്രവൃത്തി രൂപീകരണം. യഥാർത്ഥത്തിൽ താൻ നേരിടുന്ന മാനസിക സമ്മർദ്ദത്തെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി നേരെ വിപരീതമായി പ്രവർത്തിക്കുക. ഉദാഹരണം, ഒരു ഇരുട്ടുള്ള റൂമിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ വെറുതെ ശബ്ദമുണ്ടാക്കും. അതൊരു പ്രതിപ്രവൃത്തി രൂപീകരണമാണ്. അടുത്തത് എന്താണ്? യുക്തീകരണം, റേഷണലൈസേഷൻ. തൻ്റെ പരാജയത്തിന് ന്യായീകരണം കണ്ടെത്തുന്നതാണ് യുക്തീകരണം. തൻ്റെ പരാജയത്തിന് ന്യായീകരണം കണ്ടെത്തുന്നതാണ് യുക്തീകരണം. ഏത് കാര്യത്തിനും ഒരു ന്യായീകരണം തേടുന്നത്. അടുത്തത് എന്താണ്? ഉദാത്തീകരണം, സബ്ലിമേഷൻ. തൻ്റെ വ്യക്തിപരമായ മാനസിക സമ്മർദ്ദങ്ങളെ സൃഷ്ടിപരമായ സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുക എന്നതാണ് ഉദാത്തീകരണം. ഉദാഹരണത്തിന് നമ്മൾ മാനസികാഘാതം നേരിടുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം തന്നെ രക്ഷ നേടാൻ പുറത്ത് നമ്മുടെ ഗാർഡന് പരിപാലനം ചെയ്യൽ, പൂന്തോട്ട പരിപാലനം, അതുപോലെ കരകൗശല നിർമ്മാണം, ഇതൊക്കെ ഈ ഉദാത്തീകരണത്തിന് ഉദാഹരണമാണ്. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ, ഇതൊക്കെ ഉദാത്തീകരണത്തിന് ഉദാഹരണമാണ്. അടുത്തെന്താണ്? പരിപൂർത്തീകരണം, കമ്പൻസേഷൻ. ഒരു മേഖലയിൽ പരാജയം മറ്റൊരു മേഖലയിലെ സജീവ പ്രവർത്തനത്തിന് പ്രേരകമാവുക. ഒരു പഠിക്കാത്ത കുട്ടി
സ്കൂളിൽ നടക്കുന്ന കലോത്സവത്തിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് ഇതിന് ഉദാഹരണമാണ്, പരിപൂർത്തീകരണത്തിന് ഉദാഹരണമാണ്. ഒരു മേഖലയിലെ പരാജയം മറ്റൊരു മേഖലയിലെ സജീവ പ്രവർത്തനത്തിന് പ്രേരകമാവുക. പശ്ചാത്ഗമനം എന്താണ്? റിഗ്രഷൻ. മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്നതിനുള്ള ഒരു ഉപായം എന്ന നിലയിൽ തൻ്റെ ഭൂതകാല സ്മരണകളിലേക്ക് തിരിച്ചു പോവുക എന്നതാണ് പശ്ചാത്ഗമനം. എന്താണ്? മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്നതിനുള്ള ഒരു ഉപായം എന്ന നിലയിൽ തൻ്റെ ഭൂതകാല സ്മരണകളിലേക്ക് തിരിച്ചു പോവുക. അപ്പം ഈ ഓരോ പ്രതിരോധ തന്ത്രങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് പഠിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ഓർത്ത് വെക്കാവുന്നതാണ്. ഇത് മുഴുവനായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഈ 8 പ്രതിരോധ തന്ത്രങ്ങളും ഉറപ്പായിട്ട് എക്സാമിന് ഏതെങ്കിലും ഒന്നുണ്ടാകുന്നതാണ്. ഓരോ എക്സാമിനും 1 മാർക്ക് ചോദിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് പഠിച്ചു വെക്കുക. താങ്ക് യു.